Hello my dear students, welcome back to MS Solutions. ഇനി എന്താണ് വേറെ സൊല്യൂഷൻ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടോ? നിങ്ങൾ ചൂസ് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള വേർഡ് നിങ്ങളോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ദാ നോക്കൂ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് ആൻസർ തയ്യാറാക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചേ പറ്റൂ. ഒന്ന് നമ്മൾ സ്റ്റൈൽ ഒരു എക്സാമ്പിൾ എന്ന പോലെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദി ബ്രാക്കറ്റ് എന്ന് റൈറ്റ് ആയിട്ടുള്ള വേർഡ് എടുത്ത് എഴുതി വെക്കാൻ. ഓക്കെ, റൈറ്റ്. നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെലായോ എലിസണ്ടയുടെ ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പെലായോ ഫൗണ്ട് ദ ഓൾഡ് മാൻ. പെലായോ ആ വയസ്സായ മനുഷ്യനെ കണ്ടു. ഡാഷ് ദ മഡ്. എവിടെ കണ്ടത് പറ? ഡാഷ് ദ മഡ്. ടു ദ മഡാണോ? അല്ല. ബൈ ദ മഡാണോ? അല്ല. അറ്റ് ദ മഡാണോ? അല്ല. പിന്നെ എവിടെയാണ് പറ? ഇൻ ദ മഡ്. അപ്പോൾ ഉത്തരം എന്താ വന്ന് പറ? ഇന്നാണ് ഉത്തരം വന്നത്. നെക്സ്റ്റ് നോക്കിക്കോളും. ഡാഷ് ഹിസ് കൺട്രി കോർട്ട്യാർഡ് അല്ലേ? നോക്കൂ, ടു ഹിസ് കോർട്ട്യാർഡ് ആണോ? അല്ല. ബൈ ദ കോർട്ട്യാർഡ് ആണോ? അല്ല. അറ്റ് ദി കോർട്ട്യാർഡ് അല്ല. പിന്നെ എവിടെ കണ്ടു പറ? ഇൻ ദ കോർട്ട്യാർഡ്. എവിടെ കണ്ടു പറ? ഇൻ ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിലാണ് കണ്ടത്. അപ്പോൾ സാറ് രണ്ട് ഇന്ന് വരും, ഒരു കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ്, ദ മാൻ ഹാഡ് എനോമസ് വിങ്സ്. അദ്ദേഹത്തിന് വലിയ ചിറകുണ്ടായിരുന്നു. അറ്റാച്ച്ഡ്, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തായിട്ട് പറ? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഡാഷ് ഹിസ് ബോഡി അറ്റാച്ച്ഡ് ടു ഹിസ് ബോഡി. അദ്ദേഹത്തിൻ്റെ അറ്റാച്ച്ഡ് ടു ഹിസ് ബോഡി, അദ്ദേഹത്തിൻ്റെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. പെലായോ കോൾഡ് എലിസണ്ട. അങ്ങനെ പെലായോ എലിസണ്ടയെ വിളിച്ചു. ആൻഡ് ലുക്ക്ഡ്, നോക്കി. എവിടെ നോക്കിയത് പറ? അറ്റ് ദി സ്ട്രേഞ്ച് വിസിറ്റർ. ലുക്ക്ഡ് അറ്റ് ദി സ്ട്രേഞ്ച് വിസിറ്റർ. ഓക്കെ, സൂൺ ദ ഓൾഡ് മാൻ വാസ് ലുക്ക്ഡ് അല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്തു? ആ വയസ്സായ മനുഷ്യൻ നോക്കി. എവിടെ നിന്നാണ് പറ? സോറി, മാൻ വാസ് ലോക്ക്ഡ്. ലുക്ക്ഡ് അല്ലേ, ലോക്ക് ചെയ്തു. എവിടെയാണ് പറ? ഇൻസൈഡ് ദി ചിക്കൻ കൂപ്പ് അല്ലേ? ഇൻസൈഡ് ദി ചിക്കൻ കൂപ്പ് എന്നാണ് വന്നത്. അപ്പോൾ ഉത്തരം ഏതാ വന്നത് പറ? ഇൻസൈഡ് ആണ് ഉത്തരം വന്നത്. നെക്സ്റ്റ്, ആൻഡ് വാച്ച്ഡ്. അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആരാൽ? പറ? ബൈ ദ വില്ലേജേഴ്സ്. ഉത്തരം എന്താ വന്ന് പറ? ബൈ ദ വില്ലേജേഴ്സ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ ഉത്തരം ഏതാ വന്ന് പറ? ഇന്നാണ് ഇവിടെ ഉത്തരം വന്നത്. ഇവിടെ ഏതാ ഉത്തരം വന്നത്? ഞാൻ ഒന്നുകൂടെ വലുതാക്കി എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇന്നാണ് ഉത്തരം വന്നത്. ഇവിടെ ഉത്തരം വന്നത് ഏതാണ് പറ? ഇന്ന്. ഇവിടെ ഏതാ ഉത്തരം വന്നത് പറ? ടു. ഇവിടെ ഏതാ മക്കളെ പറ? അറ്റ്. ഇനി ഇവിടെ ഏതാ വന്ന് പറ? ഇൻസൈഡ്. ഏതാ വന്ന് പറ? ഇൻസൈഡ്. ഇവിടെ ഏതാണ് മക്കളെ പറ? ബൈ. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിക്കണേ, ഇതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കമൻറ്റ് ബിലോ ദ ആൻസർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ അടിയിൽ കമൻ്റ് ആയിട്ട് അയക്കണം. മാത്രമല്ല ഇതുപോലുള്ള നിങ്ങളുടെ ഗ്രാമറും അതുപോലെ തന്നെ ഡിസ്കോഴ്സും മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ യൂണിറ്റിലെ 1, 2, 3 ഒന്നാമത്തെ യൂണിറ്റിലെ 1, 2, 3 ചാപ്റ്ററിൻ്റെ ലൈവായിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ഞാൻ വരുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? 7 മണിയുടെ ലൈവിൽ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ എന്ത് ചെയ്യണം? അറിയിക്കണം. ബൈ.